എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഒരാളോട് ചോദിക്കണം എന്ന് പറയുന്ന അവസ്ഥയുണ്ടോ? ഒരുപാട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയി നമ്മൾ പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനും കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പകാലം തൊട്ടേ ചിലപ്പോൾ ആരും നമ്മളെ അംഗീകരിക്കാതെ നമ്മുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കോൺഫിഡൻസ് വളരെയധികം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിസിഷനും എടുക്കാനായിട്ടുള്ള ധൈര്യമില്ലായ്മ വരിക. എപ്പോഴും ഒരാളെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരവസ്ഥ. അതുവരെ സ്നേഹം കിട്ടാത്തത് കൊണ്ടും ഒരുപാട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയി പോവും. കുറച്ച് ആളുകളുണ്ടാവും, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാളായിരിക്കും. ആ ആളുടെ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊള്ളാമെന്ന ആൾ പറയാതെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ ഇത് വലിയ അപകടത്തിലേക്ക് സാവധാനം നയിക്കും. കാരണം മറ്റൊരാളുടെ സന്തോഷവും അവർ പറയുന്ന നല്ല കാര്യങ്ങളും മാത്രം അടിസ്ഥാനമാക്കി നമ്മുടെ സമാധാനം സന്തോഷം ഇരുന്നാൽ പലപ്പോഴും നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളാലോ ഒക്കെ ചിലപ്പോൾ അയാളുടെ ദേഷ്യം അല്ലെങ്കിൽ അയാളുടെ സന്തോഷമില്ലായ്മയൊക്കെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു വാല്യൂ ഇല്ലാത്ത ആളായി പോയി നമുക്ക് തോന്നുന്നൊരവസ്ഥ. പതുക്കെ നമ്മൾ ഇമോഷണലി വീക്ക് ആവാൻ തുടങ്ങും. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ 50% നമ്മുടെ സ്വയം അപ്രൂവൽ, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, നമുക്ക് സന്തോഷമുണ്ടോ എന്നുകൂടി അറ്റ്ലീസ്റ്റ് 50% നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾ ചിലപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിനെ മാറ്റുക. എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്, അതിൻ്റെ പോസിറ്റീവ്സ് ചിന്തിക്കണം, നെഗറ്റീവ്സ് ചിന്തിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഡിസിഷൻ എടുത്തു തുടങ്ങുക. ഫെയിലറിനെ അംഗീകരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ ലോകത്തുള്ള എല്ലാവരും വളരെ പെർഫെക്റ്റ് ആണ്, നമ്മൾ മാത്രമേ അങ്ങനെ അല്ലാതെ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും മിസ്റ്റേക്സ് വരുത്തും. മിസ്റ്റേക്സിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ധൈര്യത്തോടുകൂടി കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ നമുക്ക് നോക്കാം.